അബ്കാരി നിയമം ലംഘിച്ചതിന് ബോബി ചെമ്മണ്ണൂരിനെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തു. മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിനാണ് കേസ്. അബ്കാരി നിയമം ലംഘിച്ചതിന് ഇക്കഴിഞ്ഞ 9-ാം തീയതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഞാറയ്ക്കൽ എക്സൈസ് കേസെടുത്തത്. മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനാണ് കേസ്. കൊച്ചി ഞാറയ്ക്കൽ എളങ്കുന്നപ്പുഴ ബീച്ച് കരയിൽ പ്രവർത്തിക്കുന്ന എളങ്കുന്നപ്പുഴ ഷാപ്പിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ളവയാണ് വീഡിയോ ദൃശ്യങ്ങളെന്ന് എക്സൈസ് കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു. ജൂലൈ 1 വൈകിട്ട് 5:45 ഉദ്ഘാടന ചടങ്ങ്. കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി മഹസർ, ഒക്കറൻസ് റിപ്പോർട്ട്, വീഡിയോ ദൃശ്യങ്ങൾ അടങ്ങിയ CD എന്നിവ എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും എക്സൈസ് കോടതിയെ അറിയിച്ചു. 4 മാസം മുമ്പ് സമാനമായ കേസിൽ കോഴിക്കോട് പോലീസ് കേസെടുത്തെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ബോബി ചെമ്മണ്ണൂരിന്റെ ഉന്നത ബന്ധങ്ങളാണ് കേസിൽ നടപടിയെടുക്കാതിരിക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട്. ലേബി സജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഈ ലോട്ടറി വകുപ്പിൻ്റെതായിട്ടൊരു കേസുണ്ട്. അതിപ്പോൾ കേസ് നടക്കുകയാണ്. ബോച്ചെ ടീ അല്ലേ, അത് ലോട്ടറി വകുപ്പിനെ കബളിപ്പിക്കുകയാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം സമാന്തര ലോട്ടറി നടത്തുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അതിനെതിരെ അദ്ദേഹം കോടതി പോയി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹം പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇത് തുടർച്ചയായിട്ട് അദ്ദേഹം അത് ചെയ്യുന്നു. എക്സൈസ് നിയമങ്ങളൊന്നും ബാധകമല്ലേ ബോബി ചെമ്മണ്ണൂരിന്? ഡോക്ടർ അരുൺ, തീർച്ചയായും അബ്കാരി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞാറയ്ക്കൽ എക്സൈസ് ബോബി ചെമ്മണ്ണൂരിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ പറയുന്ന പ്രധാന കാര്യം ഇത്തരത്തിൽ മദ്യപാനം ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള അബ്കാരി നിയമത്തിന് വിരുദ്ധമായ രീതിയിലുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂർ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ഷാപ്പിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ എടുത്തത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഇത് അബ്കാരി നിയമത്തിന്റെ ലംഘനമാണ് എന്നുള്ള രീതിയിൽ ഇത് എക്സൈസ് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും എക്സൈസ് വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തതും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഡോക്ടർ അരുൺ. ഇത് സമാനമായ രീതിയിൽ കോഴിക്കോട് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതല്ലാതെ കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ച റിപ്പോർട്ടും നമ്മുടെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നതും പ്രതിയെ പിടികൂടാനായില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഉള്ള ഒരാളെ പ്രതികൂടാൻ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എന്നിരിക്കെ പ്രതിയെ പിടികൂടാനായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കേസിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, FIR ഇടുന്നുണ്ട്, കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്നതല്ലാതെ തുടർ നടപടികൾ ഇവിടെ ശ്രദ്ധേയം തന്നെയാണ്. എക്സൈസ് ഉദ്യോഗസ്ഥരെ FIR ഇടുന്നു, നടപടികളിലേക്ക് കടക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഓടി നടന്ന കള്ള് ഷാപ്പുകൾ ഉദ്ഘാടനം ചെയ്യുന്നു. അതും ഈ എക്സൈസ് വകുപ്പ് കാണുന്നു. വീണ്ടും FIR ഇടുന്നു, വീണ്ടും ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ ബോബി ചെമ്മണ്ണൂരിനോട് നമുക്ക് പറയാനുള്ളത്, നല്ലൊരു ബിസിനസ്സുകാരനല്ലേ താങ്കൾ? ഈ അബ്കാരി നിയമങ്ങളൊക്കെ പരമാവധി പാലിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനെന്ന് മാത്രമേ നമുക്ക് ബോബി ചെമ്മണ്ണൂരിനോട് പറയാനുള്ളൂ. നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. അത് ലംഘിച്ച് കാണിക്കുന്നതിൻ്റെ പേരല്ല ഹീറോയിസം എന്നുകൂടി മാത്രം സൂചിപ്പിക്കുന്നു. താങ്കളോട് നമുക്ക് വലിയ അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ നിയമങ്ങളൊക്കെ പാലിച്ചത് നടത്തിയാൽ കുറച്ചുകൂടി താങ്കൾക്ക് ജനപ്രീതി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് കേട്ടോ.